എൻ്റെ പേര് ആഷ്ന റോബർട്ട്. ഞാൻ വരുന്നത് മാരാരിക്കുളം സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 15/6/2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ജർമ്മൻ പഠിക്കാൻ പോയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, എക്സാമിന് ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പം അന്നൊരു ശനിയാഴ്ചയായിരുന്നു മെയിൽ അയക്കേണ്ടത്. വെള്ളിയാഴ്ച തന്നെ ഞങ്ങളെല്ലാവരും എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു. കറക്റ്റ് ശനിയാഴ്ച 11 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും മെയിൽ അയച്ചു. അത് കഴിഞ്ഞ് റിപ്ലൈ മെയിൽ വന്നപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കൊച്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഏജൻസ് വഴി എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യാം, അപ്പം കിട്ടുമായിരിക്കുമെന്ന്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും മെയിൽ അയച്ചു. അന്നും എനിക്ക് വന്നില്ല. അപ്പം ഞാനിങ്ങനെ ഏജൻസിയിലൊക്കെ വിളിച്ച് എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് എത്രയാകുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കമ്മീഷൻ വളരെ കൂടുതലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, സ്വന്തമായിട്ട് തന്നെ നോക്കാൻ ട്രൈ ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം മെയിൽ അയച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെയിൽ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് മെയിൽ വരുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, എനിക്ക് വരുവാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഒരുങ്ങി കൃപാസനത്തിലോട്ട് പോന്നു. അപ്പോൾ ഞാൻ ഈ NH-ൻ്റെ ഇവിടെ എത്താൻ നേരത്ത് അവനെൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവന് മെയിൽ വന്ന് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞടാ, എനിക്ക് വന്നിട്ടില്ല, എത്ര മണി വരെ മെയിൽ വരുമെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു 6 മണി വരെയൊക്കെ വരും, നീ നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കന്ന് മെയിൽ വന്നില്ല. ഞാൻ അന്നിവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, എനിക്ക് മെയിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, മാതാവിന് ഇഷ്ടമുള്ളപ്പം എനിക്ക് മെയിൽ വന്നാൽ മതി, പക്ഷേ ഞാൻ എഴുതുന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പാസ്സാകണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടുന്ന് പോയി. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ മാസം മെയിൽ അയച്ചു. അപ്പോൾ ഞാൻ ലിസണിങ്ങിനും റീഡിങ്ങിനുമാണ് മെയിൽ അയച്ചത്. ആ 2 മൊഡ്യൂളിനും എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ലിസണിങ്ങിന് ഞാൻ ഒരിക്കൽ പോലും വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ജയിക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഈ ഉത്തരവായിരുന്നു ഞാൻ അടയാളപ്പെടുത്താൻ പോയത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ 18 മാർക്ക് അങ്ങനെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തികച്ചിടും. റീഡിങ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എൻ്റെ ചെവി അടഞ്ഞ്. ഒന്നാമത് എനിക്ക് ലിസണിങ് ഒന്നും മനസ്സിലാകുന്നില്ല, ചെവി അടഞ്ഞേക്കണ കൊണ്ട് ഇനിയൊന്നും കേൾക്കത്തുമില്ല. പിറ്റേ ദിവസമായിട്ടും എൻ്റെ ചെവിയൊന്നും തുറന്നിട്ടില്ല. ഞാനങ്ങനെ എക്സാമിന് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ കാശ് രൂപം കുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം കയറ്റി ഞങ്ങളെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഭക്ഷണം കഴിച്ച ബില്ല്, ടിക്കറ്റ്, ടിഷ്യൂ പേപ്പർ, അങ്ങനെ എന്തെങ്കിലും സാധനം പോക്കറ്റിലുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടൈപ്പ് ലോക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വേൾഡ് വൈഡ് ബാൻ ചെയ്യും. പിന്നെ 3 വർഷം കഴിയാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ പിള്ളേർ ഉടമ്പടിയൊക്കെ എടുത്തവരാണ്. അവർ ആ സാധനങ്ങളൊക്കെ മാറ്റി. പക്ഷേ ഞാൻ അത് മാറ്റിയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പ് ഞാൻ പേപ്പറിലായിരുന്നു പൊതിഞ്ഞെടുത്തിരുന്നത്. അത് ഞാൻ എൻ്റെ പാസ്പോർട്ടിലിട്ട് ബാക്കി ഉപ്പ് ഞാൻ കഴിച്ചിട്ട് ഞാൻ എക്സാം ഹോളിൽ കയറി. എൻ്റെ സീറ്റിൻ്റെ പറ്റിയലായിട്ട് തന്നെ ഞാൻ ഈ ഉപ്പിട്ടു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എക്സാം ഹോളിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളോർത്ത് പേടിയുണ്ടായിരുന്നു. പക്ഷേ എക്സാം ഹോൾ ഞാൻ വിചാരിച്ച പോലെയായിരുന്നു. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലം, ഭയങ്കര സമാധാനത്തിരുന്ന് ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഒരിക്കൽ പോലും ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പാസ്സാകാത്ത ഹ്യൂറനി എനിക്ക് 2 എക്സാമിലും ഏറ്റവും കൂടുതൽ മാർക്ക് തന്ന് മാധവനെ പാസ്സാക്കി. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ എക്സാമിന് വേണ്ടി മെയിൽ അയച്ചു. അപ്പോൾ എനിക്ക് ബാക്കി 2 മൊഡ്യൂൾസ് ഉള്ളത് റൈറ്റിങ്ങും സ്പീക്കിങ്ങുമാണ്. അപ്പോൾ ഈ മൊഡ്യൂൾസിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാൻ മെയിൽ അയച്ചപ്പോൾ തന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്പീക്കിങ്ങിന് 120ഓളം ടോപ്പിക് ഉണ്ടെന്ന്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് 1 മാസം കൊണ്ട് പഠിച്ചാൽ നടക്കത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഡേറ്റ് എനിക്ക് 2നും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ 2ഉം ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാകണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഡേറ്റ് വേണ്ട എന്നുള്ള കാര്യം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് 1 മൊഡ്യൂളിന് മാത്രമായിട്ട് ഡേറ്റ് കിട്ടി, സ്ക്രൈബിന് മാത്രം.
അതായത് റൈറ്റിങ്ങിന്. എന്നിട്ട് ഞാൻ ആ റൈറ്റിംഗ് എക്സാം പ്രിപ്പയർ ചെയ്തു. ഞാൻ എക്സാം എഴുതി. അപ്പം എക്സാമിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നും, അതായത് എങ്ങനെയാണ് അതിൻ്റെ പേപ്പർ വരുന്ന, ആൻസർ ഷീറ്റ് വരുന്നതെന്ന് ഞാൻ നേരത്തെ കണ്ടിട്ടുമില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പേപ്പർ കിട്ടി, ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. 4 ഷീറ്റുള്ളൊരു പേപ്പറാണ് നമ്മുടെ കൈ കിട്ടുന്നത്, അതായത് 4 പേജ്. അപ്പം ഷൈബിന് 2 ക്വസ്റ്റ്യൻസാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചേ ഉള്ളൂ, അര പേജിൽ എഴുതാനേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ 2.5 പേജിൽ ആദ്യത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ അര പേജിലും എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ എഴുതി തുടങ്ങി. രണ്ടാമത്തെ പേജിൻ്റെ പകുതി എത്തിയപ്പോഴാണ് ഞാൻ നേരെ പൊക്കത്തോട്ട് നോക്കണത്. അപ്പോൾ അവിടെ ടൈൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ എക്സാമിനോട് വിളിച്ച് ചോദിച്ച്, ഞാനിത് കണ്ടില്ല, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചപ്പം എക്സാമിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല, നീ അത് വെട്ടിയിട്ട് താഴെ ടൈൽ 2 എഴുതിയിട്ട് രണ്ടാമത്തേൻ്റെ ഉത്തരം എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ രണ്ടാമത്തേൻ്റെ ഉത്തരം എഴുതി തുടങ്ങി. എക്സാം എഴുതി ഞാൻ പേപ്പർ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്, ഒരു പോയിൻ്റ് ഞാൻ എഴുതിയിട്ടില്ല അതിൽ. അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് ഹാളിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് പറഞ്ഞു കേൾക്കണത്, എന്താണ് കേഴ്സീവ് ലെറ്ററിൽ എഴുതാൻ പാടില്ലെന്ന്. എനിക്ക് കേഴ്സീവ് ലെറ്ററിൽ ഞാൻ എഴുതി ശീലിച്ച് പോയതുകൊണ്ട് എനിക്ക് പെറുക്കി എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എഴുതിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പം കറക്റ്റും 60 മാർക്ക് തന്ന് മാതാവിനെ പാസ്സാക്കി. എല്ലാ പോയിൻറ്റും എഴുതിയാലും ആ എക്സാം ഫെയിലാകുന്നവരുണ്ട്. പക്ഷേ പരിശുദ്ധ മാതാവ് എനിക്ക് വേണ്ടി അവിടെ ഇടപെട്ട് എന്നെ എക്സാം ചെയ്യിപ്പിച്ചതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് കഴിഞ്ഞ് എനിക്കുള്ളത് സ്പീക്കിങ്ങിൻ്റെ എക്സാമാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി ഞാൻ മെയിൽ അയച്ചു. എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നു. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും എനിക്ക് 2 ക്വസ്റ്റ്യനാണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല. പക്ഷേ ഞാൻ എന്തൊക്കെയോ എനിക്കറിയാവുന്ന പോലെ പറയാൻ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ എക്സാമിനർ പറഞ്ഞു, നീ പറയുന്ന ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാൽ നിൻ്റെ പാർട്ട്ണർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ പാർട്ട്ണർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. രണ്ടാമത്തെ ഡിസ്കഷൻ ഞങ്ങൾ രണ്ടും കൂടെ പറഞ്ഞു. എക്സാം കഴിഞ്ഞു. സാധാരണ നമ്മൾ ഏതെങ്കിലും അവർ കുറേ എക്സാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റിക്കുമ്പോൾ അവർ നന്നായിട്ട് നമ്മളെ വഴക്ക് പറയാറുള്ളതാണ്. പക്ഷേ എൻ്റെ എക്സാമിനർ എൻ്റെ അടുത്ത് നല്ല സൗമ്യമായിട്ട് തന്നെ കുഴപ്പമില്ല, സാരമില്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ജയിക്കത്തില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. പക്ഷേ ഞാൻ അന്ന് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ടു. മാതാവ് എനിക്കൊരു മാർക്ക് കാണിച്ചു തന്നു, ഞാൻ എക്സാം പാസ്സാകുന്നത് പോലെ. പക്ഷേ ഞാൻ ആ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അതുപോലെ തന്നെ മെയിൽ അയച്ചു. എനിക്ക് ഡേറ്റ് കിട്ടി. എനിക്കറിയാവുന്നതായിരുന്നു 2 ക്വസ്റ്റ്യൻസും. ഞാൻ ക്വസ്റ്റ്യനും എനിക്ക് നല്ലപോലെ ഞാൻ ഉത്തരം പറഞ്ഞു. അവർ ചോദിച്ച ചോദ്യത്തിനും ആൻസർ പറഞ്ഞു. പക്ഷേ ആ തവണയും ഞാൻ എക്സാമിന് ഫെയിലായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിപ്പം എത്ര പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം നമ്മൾ പറഞ്ഞാലും നമ്മൾ ഫെയിലാകും, പറഞ്ഞില്ലെങ്കിലും ഫെയിലാകും, അതെന്തായാലും ഉറപ്പായി. അപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഡേറ്റ് എടുത്തു, എക്സാമിന് ചെന്നു. അന്നും എനിക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ പാർട്ട്ണറായിട്ട് എനിക്ക് കിട്ടിയത് ഒരു നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെന്നൊരു ചേച്ചീനെയാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പേരൊക്കെ ചോദിച്ചിട്ട് പറയാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ആര് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങി. എൻ്റെ തേമ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പാർട്ട്ണറിനോട് പറഞ്ഞു, നീ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അവരെൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു. ചോദ്യം കേട്ടിട്ട് ഞാനൊരു 5 സെക്കൻഡ് ഉത്തരം എന്ത് പറയണമെന്ന് അറിയാമല്ലോ. അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ എക്സാമിനർ അവരോട് പറഞ്ഞു, അവൾ ഡോക്ടറൊന്നുമല്ല, നീ അവളോട് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവരെൻ്റെ അടുത്ത് വേറൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. എൻ്റെ എക്സാമിനർ ചോദിച്ച എൻ്റെ പാർട്ട്ണർ ചോദിച്ച അതേ ചോദ്യം തന്നെ എൻ്റെ എക്സാമിനർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴും എനിക്കിങ്ങനെ ഉത്തരം പറയണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു 2-3 സെക്കൻഡ് ഒന്നും പറയാൻ നിന്നപ്പോഴത്തേക്കും എൻ്റെ എക്സാമിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വീട്ടിലാണെങ്കിൽ നിൻ്റെ അമ്മ നിനക്ക് എന്ത് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം പെട്ടെന്ന് മനസ്സിലായി മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം അതിലും നന്നായിട്ട് പറയാം, പക്ഷേ ഞാൻ ആ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഡിസ്കഷനും ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന അതേ മാർക്ക് തന്ന് എന്നെ ആ എക്സാം മാതാവ് പാസ്സാക്കി. അത് കഴിഞ്ഞ് ഞാൻ VFSന് അപ്പോയിൻമെൻ്റ് എടുത്തു. എനിക്കൊരു ഏപ്രിൽ 7-ാം തീയതിയാണ് VFSന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു VFSൻ്റെ
ആപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞാൻ VFSൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻസിലും ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചു ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടും സാധാരണ 45 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ട് 45 ദിവസം കഴിഞ്ഞ് 3 മാസമായി. 3 മാസം കഴിഞ്ഞിട്ടും എനിക്ക് മെയിലൊന്നും വരുന്നില്ല, എൻ്റെ വിസയും കിട്ടിയിട്ടില്ല. എന്നേക്കാളും താമസിച്ച് വെച്ച്, അതായത് ജൂൺ 20-ാം തീയതിയൊക്കെ വെച്ച്, ജൂൺ 8-ാം തീയതിയൊക്കെ വെച്ചിട്ട് അവർക്ക് 20 ദിവസം കൊണ്ടൊക്കെ തന്നെ വിസ കിട്ടി. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ തിരിയിൽ 9 എന്ന് പറയുന്ന സംഖ്യ വന്നു. അപ്പം ഞാൻ ഈ 9 എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ഈ 9-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ 9, ഈ മാസം 9 ഉള്ളത് 9, 19, 29 ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും എനിക്ക് വിസ വരാൻ പോകുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. 9-ാം തീയതിയായി, പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല. 19-ാം തീയതിയായി, അന്നും പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല. 29-ാം തീയതിയായി, അന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇന്ന് 29-ാം തീയതിയാണ്, അപ്പോൾ ഇന്ന് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഓർത്തെന്നാൽ എൻ്റെ ഇതൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം, എൻ്റെ വിസയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വിസ കൊറിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ബാക്ക് അടിച്ചതും അപ്പം തന്നെ എനിക്ക് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും മെയിലും വന്നു, എൻ്റെ വിസ കൊറിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഈ വരുന്ന 27-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. പരിശുദ്ധ മാതാവ് ചെയ്ത ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാൻ 2 വീലറിൻ്റെ ലൈസൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. 4 വീലറിൻ്റെ ലൈസൻസിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം റോഡ് ടെസ്റ്റിനായിട്ടുള്ള ക്ലാസ് എപ്പോഴും കിട്ടുമായിരുന്നു. അപ്പോൾ റോഡ് കുഴപ്പമില്ല. ടെസ്റ്റിന് ഡേറ്റ് എടുത്ത് 2-3 ദിവസം മുമ്പെയാണ് എടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ എടുത്തിട്ട് ഒരു 10 വട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ 2 വട്ടം വല്ലതും ഞാൻ എടുത്തിട്ടുണ്ടാകും. ബാക്കി എല്ലാ പ്രാവശ്യവും കമ്പിയിലിടിക്കും. ടെസ്റ്റിൻ്റെ തൊട്ട് തലേ ദിവസം ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങോട്ട് ഒരു 3 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു, എൻ്റെ ടേണായി, ഞാൻ കാറിൽ കയറി. അതുവരെ എടുത്തവരെല്ലാവരും കറക്റ്റായിട്ട് എടുത്തു. ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുത്തു. അന്ന് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. പക്ഷേ എനിക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. പക്ഷേ എന്നാലും ഞാൻ ജയിക്കത്തില്ല, നാളെ തോക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഗ്രൗണ്ടിലെത്തി. മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഡ്രസ്സിൻ്റെ അകത്ത് ഊത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കാറിൻ്റെ അകത്ത്. എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെയോ എടുത്ത് പാസ്സായി. അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു, റോഡ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ റോഡ് എനിക്ക് സിമ്പിളായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയൊന്നും ഓടിക്കാൻ പറ്റിയില്ല. സ്റ്റാർട്ടാക്കും നിന്ന് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് ആ സാറ് പറഞ്ഞ്, നീ പോയി ഹാഫ് ക്ലച്ച് വണ്ടി എടുക്കാൻ പഠിച്ചിട്ട് വാ, എന്നിട്ട് ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി 2ാമത്തെ പ്രാവശ്യം ഞാൻ ടെസ്റ്റിന് ഡേറ്റ് എടുത്തു. അന്ന് റോഡിന് സാറ് ക്ലാസ്സൊക്കെ തന്ന് പ്രാക്ടീസ് ചെയ്തു. അന്ന് എടുക്കാൻ ചെന്നു. അന്ന് ഞാൻ വണ്ടി ഓടിച്ചു, പക്ഷേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അന്നും ഫെയിലായി. 3ാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്കൂളിലെ സാറും സാറിൻ്റെ വൈഫും ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തണം. അപ്പോൾ സാറിൻ്റെ വൈഫാണ് ടെസ്റ്റിൻ്റെ സമയത്ത് വരുന്നത്. അപ്പം ഞങ്ങൾ ഓടിച്ച് പഠിക്കുന്ന കാറല്ല ടെസ്റ്റിൻ്റെ സമയത്ത് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ആ കാറിൻ്റെ കുഴപ്പമായിരിക്കും, എന്നാൽ സാറിൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞ് സാറിൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയി പഠിച്ചു. ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു വട്ടം പോലും വണ്ടി നിന്ന് പോയിട്ടില്ല. പക്ഷേ എൻ്റെ ടെസ്റ്റിൻ്റെ അന്ന് ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരും അവരുടെ പിള്ളേരെയും കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങളുടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓടിച്ച് നോക്കിക്കും. അപ്പം ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളുകാരും പോയി. അപ്പം എന്നെയും എൻ്റെ സമയമായി വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടി. ഞാൻ എങ്ങനെയാണോ ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ തോറ്റത്, അതുപോലെ തന്നെ വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കും, വണ്ടി നിന്ന് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേച്ചി പറഞ്ഞു, കൊച്ചേ നീ തോക്കും ഉറപ്പാണ്, നീ ഇതെന്ത് പണി കാണിക്കണേന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ടേണായപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കയറിയിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ വണ്ടി ഓണാക്കി. എനിക്കറിയത്തില്ല, ഞാൻ ക്ലച്ച് ചവിട്ടണ പാട്ടിൽ എൻ്റെ കാലിൽ ഭയങ്കരമായിട്ടൊരു പ്രഷർ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കറിയത്തില്ല, വണ്ടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാര്യം ഞാൻ കുറച്ച് മുമ്പ് എടുത്തപ്പോൾ ഞാൻ കണ്ടതാണല്ലോ. പിന്നെ ഇത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ആകാൻ തുടങ്ങി. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, അങ്ങനെ 4th ഗിയർ വരെ ഇട്ട് വണ്ടി ഒതുക്കിക്കൊള്ളാൻ പറഞ്ഞ്. അന്നേരം നല്ല മഴയുള്ള ദിവസമായിരുന്നു.
ഞാനങ്ങനെ വണ്ടി ഒതുക്കി, നിറയെ വെള്ളമാണ് സൈഡിലൊക്കെ. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഒതുക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിൽ, പക്ഷേ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ എങ്ങനെ വണ്ടി ഓടിച്ച് നിർത്തുമോ അതുപോലെ ഞാൻ വണ്ടി ഓടിച്ച് നിർത്തി. ഞാൻ ആ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സായി. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും എൻ്റെ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവാണ് അതെനിക്ക് തന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ് ചെയ്തെന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, പത്രം വാങ്ങി റെയിൽവേ സ്റ്റേഷനിലും റോഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ കാശ് രൂപം മേടിച്ച് ഗർഭിണികൾക്കും രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കോപ്പിയെടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, സ്കൂള് തുറക്കുന്ന സമയത്ത് ബുക്ക്, പേന, പെൻസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിള്ളേർക്ക് എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഞാൻ മേടിക്കുന്നത് അതുപോലെ തന്നെ അവർക്കും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യപ്രവൃത്തി. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച, അരമണിക്കൂർ കൂടുമ്പോൾ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞായറാഴ്ചകളിൽ ഒട്ടും മുടക്കാറില്ല. പിന്നെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവിടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആഷ്ന റോബർട്ട് ആലപ്പുഴ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഡിഗ്രി ഡ്രോപ്പ് ഔട്ടിന് ശേഷം തനിക്ക് ജർമ്മൻ പഠിക്കുവാനും അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരികയുണ്ടായിരുന്നത്. പലതവണ ഡേറ്റ് എടുക്കാനായിട്ട് നോക്കിയിട്ടെങ്കിലും അത് ആദ്യത്തെ തവണയും 2ാം തവണയൊക്കെ പലപ്പോഴും ഡേറ്റ് കിട്ടാതെ കണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെ 3ാം തവണ ഡേറ്റ് എടുക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ വളരെയേറെ സങ്കടത്തോടെയാണ് ആയിരിക്കുക. തൻ്റെ കൂടെയുള്ളവർക്ക് ഡേറ്റ് കിട്ടി, എന്നാൽ വൈകുന്നേരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഇരുന്നത്. എന്നാലും അവിടെയും പ്രത്യാശ നിഷ്ഫലമാകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പരിശുദ്ധ അമ്മ തന്നെ തൻ്റെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്നുള്ള ഒരു സങ്കടത്തിലുള്ള പ്രാർത്ഥനയോടുകൂടി കടന്നു പോകുമ്പോൾ 1 മാസത്തിന് ശേഷം വീണ്ടും ഡേറ്റ് എടുക്കുവാനും അതിനോടുകൂടി ഡേറ്റ് കിട്ടുകയും തുടർന്ന് എക്സാം എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതിൽ തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സാകണമെന്നുള്ളതായിരുന്നു. എന്നാൽ അത് ആദ്യത്തെ ലിസണിങ് എക്സാം അത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും അത് ഫെയിലാകുന്ന തരത്തിലേക്കാണ് വന്നിരുന്നത്. എന്നാൽ തുടർന്ന് ആ ലിസണിങ് എക്സാം തനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകുവാനായിട്ട് സാധിച്ചു. അതേ തുടർന്നാണെങ്കിലും 2ാമത് റൈറ്റിങ്ങും സ്പീക്കിങ്ങും അതിനെ തുടർന്ന് പോകുമ്പോഴത്തേക്കും പലതവണ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം അത് പൂർണ്ണമായിട്ടും ആ പരീക്ഷകൾ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ആ ഒരു കടന്നു പോകുമ്പോഴത്തേക്കും റൈറ്റിങ്ങിലാണെങ്കിലും അത് പലപ്പോഴും ആദ്യത്തെ തവണ അതിൻ്റെ സാഹചര്യങ്ങൾ ലഭിക്കാതെ വരികയും 2ാം തവണ ഇതിൻ്റെ ബുദ്ധിമുട്ട് വരികയും, പക്ഷെ എന്നാൽ 3ാം തവണ പലപ്പോഴും പരിശുദ്ധമ്മയുടെ ഇടപെടലായിട്ട് ഈ മകളുടെ ജീവിതത്തിൽ അത് പരിശുദ്ധമ്മ ആ ഒരു എക്സാം പാസ്സാകാനൊക്കെ ആയിട്ട് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഇൻ്റർവ്യൂ പാർട്ണറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണെങ്കിലും അത് പലപ്പോഴും പല ടഫായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും പരിശുദ്ധമ്മയുടെ ഇടപെടലെന്നോണം അത് ഇൻവിജിലേറ്റർ വഴിയാണെങ്കിൽ അത് ഇടപെട്ടുകൊണ്ട് തനിക്ക് സുഖകരമായ രീതിയിൽ പരിശുദ്ധമ്മ കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തുകൊണ്ട് ഈ മകളെ അനുഗ്രഹിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും തനിക്ക് താൻ എപ്രകാരമാണോ സ്വപ്നത്തിൽ മാർക്ക് കണ്ടത് അത് 2-3 തവണ അത് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മാർക്ക് തന്നെ ലഭിച്ചാണ് ഈ മകള് പാസ്സാവുകയൊക്കെ ചെയ്യുന്നത്. അതേ തുടർന്നാണെങ്കിലും വിസ വരാത്തിൻ്റെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ തനിക്ക് പ്രാർത്ഥിക്കുന്നതിനിടയിൽ 9 എന്ന ഒരക്കത്തെ കാണിക്കുകയും നല്ലത് തൻ്റെ കണക്കൂടലെന്നോണം അത് 9, 19, 29 എന്ന രീതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എപ്രകാരമാണ് ഈ ഡേറ്റ് എന്നെ കാണിച്ചതെന്നുള്ളത്. അത് 9 കഴിഞ്ഞ് 19 കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും തൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ഉറച്ച വിശ്വാസ പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം
29 ആകുമ്പോഴത്തേക്കുമാണ് തൻ്റെ വിസയുടെ കാര്യങ്ങളെല്ലാം അത് കൊറിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയും ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ തനിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ വഴികളും ക്രമപ്പെടുത്തിയിരുന്നത് അല്പം സാഹചര്യം കടന്നു പോയെങ്കിലും പരിശുദ്ധ അമ്മ അത് ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ലഭിക്കുകയുണ്ടായെന്ന് ഈ മകളുടെ വാക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും ലൈസൻസ് അതെടുക്കാനായിട്ട് തനിക്ക് 4 വീലർ പാസ്സാകാനുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ് തനിക്കത് ലൈസൻസ് കിട്ടാനായിട്ട് ഇടയായത്. കാരണം തൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, മറിച്ച് ലൈസൻസ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോഴും തൻ്റെ കാലുകൾ വിറക്കുകയാണെന്നുള്ള മകളുടെ വാക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതിനുള്ള ഒരു ആത്മധൈര്യമൊക്കെ ഈ മകൾക്ക് ലഭിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടെ മുമ്പോട്ട് പോയത് കൊണ്ട് മാത്രമാണ്. ഇനി ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് ഇനി ഈ മാറ്റമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.